ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊരി മസാലയാണ്. അതിനായിട്ട് ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക് ഇത്രയും നല്ല വൃത്തിയായി കഴുകിയെടുത്ത് അരിഞ്ഞെടുക്കുക. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊരി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എടുക്കുക. അതിലേക്ക് മുറിച്ച് വെച്ച പച്ചമുളകും സവാളയും തക്കാളിയും ചേർക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി പാത്രം അടച്ചു വെച്ച് നല്ല രീതിയിൽ അതിനെ ഒന്ന് കുലുക്കി കൊടുക്കാം. ഡ്രൈ ആയിട്ടിരിക്കുന്ന പൊരി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും കൂടാതെ ഈ മസാല എല്ലായിടത്തും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ കുലുക്കി കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർക്കാം. പുളി ആവശ്യത്തിന് അനുസരിച്ച് ചേർത്താൽ മതി. പൊരി നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആ പാത്രം ഒരു 10-15 മിനിറ്റ് അടച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി പൊരി മസാല ഇനി ബൗളിലേക്ക് പകർത്താം. ഈ അടിപൊളി പൊരി മസാല റെസിപ്പി നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം.